വീണ്ടും വരുന്നവനാവുന്ന യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ നമുക്ക് ഏവർക്കും സ്നേഹവന്ദനം ഒരിക്കൽ കൂടെ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. പ്രിയമുള്ളവരെ, നാം ധ്യാനിച്ചു വരുന്നത് പോലെ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന തിരുവചനത്തെ ശ്രവിക്കാം. വെളിപ്പാട് പുസ്തകം 5, 6, 7 2-ാം അധ്യായത്തിന്റെ 5, 6, 7 വാക്യങ്ങളാണ്. നീ ഏതിൽ നിന്നു വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. അല്ലാഞ്ഞാൽ ഞാൻ വരികയും നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിക്കലാവ്യരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്, അത് ഞാനും പകയ്ക്കുന്നു. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. പ്രിയമുള്ളവരെ, ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏതിൽ നിന്നും വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെടാനാണ്. നാം ഏത് വിധത്തിലാണ് വീണിരിക്കുന്നത്, നാം എവിടെയാണ് നമുക്ക് പാപം സംഭവിച്ചത്, എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചത്, എവിടെയാണ് നാം മറ്റുള്ളവരെ ദ്രോഹിക്കുവാൻ വേണ്ടി മുൻകൂട്ടി ഇറങ്ങിയത്, ഏത് വിധത്തിലാണ് നമുക്ക് വീഴ്ച സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഏത് വിധത്തിലാണ് ഇനി അടുത്ത് വീഴ്ച സംഭവിക്കാൻ പോകുന്നത് എന്നെല്ലാം ഇവിടെ സത്യവേദ പുസ്തകം നമ്മെ ഒന്നൊന്നായി രേഖപ്പെടുത്തി പഠിപ്പിക്കുമ്പോൾ അവിടെ പറയുന്നത് ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന ഓർത്ത് അതിൽ പിന്തിരിഞ്ഞു വരുവാനാണ് ആദ്യത്തെ പ്രവൃത്തി. സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു. പ്രവാചകന്മാരുടെ വലിയ പ്രവാചകനായ യെശയ്യാവും ഇരമ്യാവും യെശക്കേലും ആ പ്രവാചകന്മാരെല്ലാം യെഹെസ്കേലെല്ലാം പറയുമ്പോൾ അവിടെ എല്ലാം രേഖപ്പെടുത്തിയിരിക്കുന്നത് നാം വഴിയിൽ ചെന്ന് നമ്മുടെ പഴയ പ്രവൃത്തി അറിയണമെങ്കിൽ വഴിയിൽ ചെന്ന് ചോദിച്ചാൽ മതി, വഴി നമുക്ക് ഉത്തരം പറഞ്ഞു തരുമെന്നാണ്. നമ്മുടെ എവിടെയാണ് നാം വീഴ്ച സംഭവിച്ച് നാം പാപത്തിന്റെ അടിമത്തത്തിൽ നാം അകപ്പെട്ടു എന്ന് നമുക്ക് നോക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഏത് ഭാഗത്തിലാണ്, ഏത് വിധത്തിലാണ്, എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചു എന്ന് നമുക്ക് നോക്കണമെങ്കിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ നാം പിന്നോക്കം തിരിഞ്ഞ് നമ്മുടെ ജീവിതചര്യകൾ, നമ്മുടെ പഴയ വിശ്വാസം എവിടെയാണ് തകർക്കപ്പെട്ടതെന്നും പഴയ വിശ്വാസം നമുക്ക് എവിടെയാണ് നമുക്ക് പൊയ്പോയതെന്നും ഉള്ള ഒരു വിശ്വാസം നമുക്ക് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി ആകുന്നുവെന്ന് സത്യവേദ പുസ്തകം നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ ക്രിസ്തുവിലാകുന്ന അനുഭവം നമുക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടിരുന്നത്? ക്രിസ്തുവിനോട് കൂടെയുള്ള രൂപം നമുക്ക് പഴയ കാലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പകാലത്ത്, അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞു പ്രായങ്ങളിലെല്ലാം നമുക്ക് വിശ്വാസത്തിന്റെ ആ ഒരു പ്രതിരൂപം, നമ്മുടെ ദൈവത്തിലുള്ള ഒരു പ്രതിരൂപം നമ്മിൽ ഉണ്ടായിരുന്ന ആ ദൈവത്തിന്റെ തേജസ് നമുക്ക് എവിടെ വെച്ചാണ് നഷ്ടപ്പെട്ടത്? ദൈവത്തിന്റെ തേജസ് നമ്മിൽ കൂടെയുള്ള ആ ദൈവത്തിന്റെ തേജസ്സും ദൈവത്തിലുള്ള വിശ്വാസവും നമുക്ക് എവിടെയാണ് നഷ്ടപ്പെട്ടത്? പ്രിയമുള്ളവരെ, നാം ഏതിൽ നിന്നാണ് വീണിരിക്കുന്നതെന്ന് ഓർത്ത് ഒരു വിവാഹം കഴിഞ്ഞ ഒരു വ്യക്തിയോടുകൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം മാത്രമേ അവരോട് സംസാരിക്കുവാനുള്ളൂ. എന്തുകൊണ്ടെന്നാൽ നീ എവിടെ വെച്ചാണ് നീ പാപത്തിന് അടിമപ്പെട്ടത്? നീ എവിടെ വെച്ചാണ് നീ പാപത്തിന് വേണ്ടി നുറുക്കപ്പെട്ട കർത്താവിനെ നീ തള്ളി പറഞ്ഞത്? എവിടെ വെച്ചാണ് നീ നിനക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു കർത്താവിനെ നീ ഉപേക്ഷിച്ച് കളഞ്ഞത്? പ്രിയമുള്ളവരെ, നമ്മുടെ ജഡാഭിലാഷങ്ങൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ അടിയറ വയ്ക്കുമ്പോൾ, ജഡാഭിലാഷങ്ങൾക്ക് വേണ്ടി നാം നമ്മെ തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പണയപ്പെടുത്തുമ്പോൾ നമ്മുടെ ആത്മാവ് നഷ്ടമായി കളയുന്നു. നമ്മുടെ ആത്മാവ്, നമുക്ക് ആത്മാവിനെ തന്ന ദൈവത്തിന്റെ സന്നിധിയിൽ നാം നമ്മെ തന്നെ നഷ്ടമാക്കി കളയുന്ന ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ആ അനുഭവത്തിൽ നിന്നും ഇവിടെ പറയുകയാണ്, നീ ഏതിൽ നിന്നുമാണ് നീ വീണിരിക്കുന്നത്? നിന്റെ എവിടെയാണ് നിനക്ക് വീഴ്ച സംഭവിച്ചത്? ഏത് ഭാഗത്തിലാണ് നിനക്ക് വീഴ്ച സംഭവിച്ചത്? നിന്റെ യൗവന കാലത്തിൽ നിന്റെ ഭർത്താവിനെ നീ ചതിച്ചുവോ? നിന്റെ ഭർത്താവിനെ നീ വഞ്ചിച്ചുവോ? അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ നീ ചതിച്ചുവോ? നിന്റെ ഭാര്യയെ നീ അവിശ്വസ്തത കാണിച്ചുവോ? നിന്റെ ഭാര്യയോടുകൂടെ നീ വെറുപ്പ് കാണിച്ചുവോ? അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ വിട്ട് നീ മറ്റൊരു സ്ത്രീയുടെ അടുക്കൽ നീ പോയോ? ഇതെല്ലാം ദൈവത്തിന്റെ സന്നിധിയിൽ പാപമാണ്. പ്രിയമുള്ളവരെ, എവിടെയാണ് നിനക്ക് പാപം സംഭവിച്ചത്? എവിടെയാണ് നിനക്ക് പാപ വീഴ്ച സംഭവിച്ചത്? ആ പാപത്തിൽ നിന്ന് മടങ്ങി വരുവാനാണ് ഇവിടെ സത്യവേദ പുസ്തകം നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, അപ്പോൾ അവിടെ പറയുന്നത് ഏതിൽ നിന്ന് വീണിരിക്കുന്നു എന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. നിന്റെ ഭവനത്തിൽ, അല്ലെങ്കിൽ നിന്റെ കുടുംബത്തിൽ, അല്ലെങ്കിൽ നിന്റെ വ്യക്തി ജീവിതത്തിൽ, അല്ലെങ്കിൽ നിന്റെ മക്കളുടെ അടുക്കൽ, അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന്റെ അടുക്കൽ നിനക്ക് സന്തോഷത്തോടെ, സമാധാനത്തോടെ, സ്വൈരത്തോടുകൂടെ
ഒരു വാക്ക് സംസാരിക്കുവാനോ അല്ലെങ്കിൽ നിന്റെ ഭാര്യയുടെ അടുക്കൽ ഒരല്പസമയം ചെലവഴിക്കുവാനോ നിനക്ക് സാധ്യമല്ല. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കൂടെ നീ ആയിരിക്കുമ്പോൾ നിന്റെ വീഴ്ച എവിടെയാണ് സംഭവിച്ചത്? ആരുടെ മധ്യയാണ് നിനക്ക് വീഴ്ച സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എവിടെയാണ് നിനക്ക് എങ്ങനെയാണ് വീഴ്ച സംഭവിച്ചതെന്നോർത്ത് ആ വീഴ്ച പറ്റിയ ഭാഗത്തിൽ നിന്നും എവിടെ വെച്ചാണ് എന്നു മുതൽക്കാണ് നിനക്ക് വീഴ്ച സംഭവിച്ചതെന്നും എന്നു മുതൽക്കാണ് നിനക്ക് വിശ്വാസ ത്യാഗം സംഭവിച്ചതെന്നും നോക്കി അവിടെ നിന്നും നീ പിന്നോക്കം തിരിഞ്ഞു വന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കിയിട്ട്, ദൈവമേ ഞാൻ പാപിയാണെന്നുള്ള ഒരു വാക്ക് നിന്റെ വായിൽ നിന്ന് വരുമെങ്കിൽ ആ പാപത്തെ വെറുക്കുന്ന കർത്താവ്, പാപിയെ സ്നേഹിക്കുന്ന കർത്താവ് നിന്റെ അടുക്കൽ കടന്നു വന്ന് നിന്നെ ദൈവത്തിന്റെ പുത്രനാക്കി രൂപാന്തരപ്പെടുത്തുന്നുള്ള ഒരു സംശയമില്ല പ്രിയമുള്ളവരെ. ആ ദൈവം, ആ യേശു കർത്താവിടെ നിന്നോടുകൂടെ എന്നോടുകൂടെ പറയുകയാണ്, എന്റെ മകനെ മകളെ, നിന്റെ ജീവിതം എനിക്ക് തരാമോ എന്നാണ് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിന്നെ എനിക്ക് തരാമോ എന്ന് ചോദിക്കുന്നത്. നിന്റെ ഹൃദയത്തെ എനിക്ക് തരാമോ എന്നാണ് ചോദിക്കുന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നാം മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് നാം ഇന്നയോളമുള്ള എല്ലാ പാപങ്ങളെയും പറഞ്ഞ് നമുക്ക് വേണ്ടി കാൽവരിയിൽ യാഗമായി തീർന്ന യേശു കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ പാപങ്ങളെ എല്ലാം പറഞ്ഞ് ഉപേക്ഷിച്ചുകൊണ്ട് ആ യേശു കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് വിനയപ്പെടാമോ പ്രിയമുള്ളവരെ? ഇതിൽ നിന്നും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതചര്യകളെ നമുക്ക് പഠിക്കുവാനുള്ളത് രക്ഷ എന്നുള്ള ദൈവത്തിന്റെ ദാനമാണ്. ആ ദൈവത്തിന്റെ ദാനമാവുന്ന രക്ഷ നമ്മുടെ മധ്യയിൽ നിന്ന് എപ്പോഴാണ് മാറ്റപ്പെട്ടത്? ആ രക്ഷ പ്രാപിക്കുവാൻ, വീണ്ടും പുതുക്കം പ്രാപിക്കുവാൻ, വീണ്ടും ജനനം പ്രാപിക്കുവാൻ മാനസാന്തരപ്പെട്ടേ മതിയാവോ. മനസ്സിന്റെ രൂപാന്തരമാണ് പ്രിയമുള്ളവരെ നമുക്ക് മാനസാന്തരത്തിന്റെ പാതയിലേക്ക് വരിക. അവിശ്വാസിയോടുകൂടെ ഇണയില്ല പിണ കൂടരുത് എന്ന് സ്വർഗത്തിലെ ദൈവം വാഗ്ദത്തം തന്നിരിക്കുമ്പോൾ നാം മറ്റുള്ള അവിശ്വാസ പാതയിൽ ജീവിക്കുന്ന വ്യക്തികളോടൊപ്പം നമുക്ക് ഒരു കാരണവശാലും കൂട്ടുകൂടുവാൻ സാധ്യമല്ല. അവരോടുകൂടെ ഇണയില്ല പിണ കൂടരുതെന്നാണ് പറയുന്നത്. അവരോടുകൂടെ നമുക്ക് ഒരു സംസർഗവും പാടില്ല, ഒരു സമ്പർക്കവും പാടില്ല, ഒരു വിധത്തിലുള്ള ഇടപെടലും പാടില്ല എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം അവരെ പോലെ നാമുമായി തീർന്നാലോ, അല്ലെങ്കിൽ അവരുടെ പാതയിൽ നാമും പോയി തീർന്നാലോ, ഇപ്രകാരമുള്ള സ്വർഗത്തിലെ ദൈവം നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ്, നിന്റെ മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിക്കുക. അടുത്ത വാക്യം വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, നീ മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്നും എടുത്ത് നീക്കപ്പെടുമെന്നാണ്. സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്നിട്ടുള്ള താലന്താണ് ഈ നിലവിളക്ക്. ആ താലന്താവുന്ന നിലവിളക്കിന് എപ്രകാരമായിരിക്കുന്നുവോ, അല്ലെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്നിട്ടുള്ള താലന്ത് ഏത് വിധത്തിലുള്ള താലന്തായിരുന്നാലും, നിനക്ക് ഒരുപാട് മർമ്മങ്ങളുള്ള താലന്തുകൾ സ്വർഗത്തിലെ ദൈവം തന്നിരുന്നാലും, നിനക്ക് പാട്ടുപാടുവാനുള്ള താലന്ത് തന്നിരുന്നാലും, പ്രവചിക്കുവാനുള്ള താലന്ത് തന്നിരുന്നാലും, പ്രാർത്ഥിക്കുവാനുള്ള താലന്ത് തന്നിരുന്നാലും, മറ്റുള്ളവർക്ക് വേണ്ടി നീ ശുശ്രൂഷകൾ ചെയ്യുവാനുള്ള താലന്ത് തന്നിരുന്നാലും, ഏത് വിധത്തിലുള്ള താലന്ത് തന്നിരുന്നാലും, നീ എവിടെയാണ് നിനക്ക് വീഴ്ച സംഭവിച്ചുവോ ആ വീഴ്ചയിൽ നിന്നും നിന്റെ ആ താലന്തിനെ സ്വർഗത്തിലെ ദൈവം എടുത്തു മാറ്റിക്കളയും. ആ സ്വർഗത്തിലെ ദൈവമാണ് പ്രിയമുള്ളവരെ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മാനസാന്തരപ്പെടാഞ്ഞാൽ നിന്റെ നിലവിളക്ക് അതിന്റെ നിലയിൽ നിന്ന് നീക്കുകയും ചെയ്യും. എങ്കിലും നിന്നെക്കുറിച്ച് ഒരു കാര്യം പറവാനുണ്ടെന്ന് അടുത്ത വാക്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നീ നിക്കോലാവിയരുടെ നടപ്പ് പകയ്ക്കുന്നു. നിക്കോലാവിയരുടെ നടപ്പ് എന്ന് പറഞ്ഞാൽ അവരുടെ ദുർമാർഗം, ദുർചിന്തകൾ, ദുർചെയ്തികൾ, ഇങ്ങനെയുള്ള എല്ലാവിധമാവുന്ന ദുർമാർഗ ചിന്തകളും എല്ലാം നീ പകയ്ക്കുന്നു. നീ അല്ലെങ്കിൽ അവരെ നീ പകയ്ക്കുന്നു. അവർ സ്വസ്നേഹികളായി തീർന്നിരിക്കുന്ന ആ വ്യക്തി ജനതയെ നീ പകയ്ക്കുന്നു എന്നൊരു ചെറിയൊരു നന്മ നിന്നിലുണ്ട്. ആ നന്മ നിന്നിൽ എപ്പോഴാണ് നിന്നിൽ നിന്ന് എടുത്തു മാറ്റപ്പെടുന്നുവെന്ന് നമുക്കറിയില്ല പ്രിയമുള്ളവരെ. അല്ലെങ്കിൽ ആ നന്മ എപ്പോഴാണ് നിനക്ക് നഷ്ടമായി പോയതെന്ന് നമുക്കറിയില്ല പ്രിയമുള്ളവരെ. നീ ഒന്ന് ചിന്തിച്ചു നോക്ക്. എവിടെയാണ് സഹോദര സഹോദരിയെ, നിനക്ക് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? നീ നിന്റെ ഭർത്താവിനെ അവിശ്വസ്ത മാർഗത്തിൽ, അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനെ നീ മറ്റുള്ള മാർഗത്തിൽ നീ സംശയാലുവായി കാണുന്നുവോ, അല്ലെങ്കിൽ നിന്റെ ഭാര്യയെ സംശയാലുവായി കാണുന്നുവോ? എന്തുകൊണ്ട് നിനക്ക് അങ്ങനെ സംഭവിച്ചു? നിന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഇരുൾ മൂടിയ ഒരു അനുഭവം ഉണ്ടായി? അല്ലെങ്കിൽ നിന്റെ മക്കളോട് നിനക്ക് സ്നേഹമില്ലാത്ത ഒരു കാരണം എന്താണ്? ഭാര്യയെ ഭർത്താവുമായിരുന്നാലും, ഭർത്താവ് ഭാര്യയോടായിരുന്നാലും, ഒരു കാരണവശാലും സ്വർഗത്തിലെ ദൈവം പറഞ്ഞിട്ടുള്ള ആ വാഗ്ദത്ത വചനം ഭാര്യയോടും ഭർത്താവിനോടും കൂടെ ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുള്ള എന്താണ്? ഇത് നിമിത്തം ഇവർ അപ്പനോടും അമ്മയോടും അല്ല, ഭാര്യയോട് പറ്റിച്ചേരുമെന്നാണ്.
അപ്പനെ അമ്മയും വിട്ടുപിരിഞ്ഞ് ഭാര്യയോട് പറ്റിച്ചേരുമെന്ന് ആ വാഗ്ദത്ത വചനം എവിടെയാണ് പ്രിയമുള്ളവർ തകർക്കപ്പെട്ടത്? ഇതാണ് കുടുംബത്തിലും സന്തോഷമില്ലാത്തത്, കുടുംബങ്ങൾ സമാധാനമില്ലാത്തത്, കുടുംബത്തിൽ സ്വൈരതയില്ലാത്തത്, കുടുംബത്തിൽ ശാന്തിയും സമാധാനവും ഇല്ലാത്തത്. അപ്പോൾ എവിടെയാണ് നമുക്ക് വീഴ്ച സംഭവിച്ചു എന്ന് ഓർത്ത് ആ വീഴ്ച സംഭവിച്ച ഭാഗം, അല്ലെങ്കിൽ നമ്മൾക്കൊരു അപകടം സംഭവിച്ച സമയത്ത് ആ സമയത്ത് എന്ത് കാരണം കൊണ്ട് നമുക്ക് അപകടം സംഭവിച്ചു, ഈ വീഴ്ച സംഭവിച്ചപ്പോൾ, അല്ലെങ്കിൽ നമുക്ക് മാരകമാകുന്ന മുറിവേറ്റ സമയത്ത് എപ്രകാരം ഈ വീഴ്ച സംഭവിച്ചു, ഇതിന്റെ കാരണം എന്താണ്? നമുക്ക് അന്ന് നമ്മുടെ മനസ്സ് പതറിപ്പോയോ, അല്ലെങ്കിൽ ഈ അപകടം നടക്കുമ്പോൾ നമ്മുടെ മനസ്സ് പതറിപ്പോയോ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരുമ്പോൾ നാം പിന്നോക്കം ചിന്തിച്ചു നോക്ക് പ്രിയമുള്ളവരെ, എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിച്ചത്? ഇവിടെ അത് 7-ാമത്തെ വാക്യം അവിടെ പറയുന്നു. അതിന്റെ ആത്മാവ് സഭകളോട് പറയുന്നത് എന്താണെന്ന് ചെയ്യുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് ഞാൻ ദൈവത്തിന്റെ പറുദീസയിലുള്ള ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. ജയിക്കുന്നവന്, ആരാണ് ജയിക്കുന്നത്? ഈ വിശ്വാസ ത്യാഗം നഷ്ടപ്പെടുത്താതെ ജീവനുള്ള ദൈവത്തിലുള്ള വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട്, എന്റെ യേശുവിലല്ലാതെ എനിക്ക് രക്ഷയില്ല, എന്റെ ദൈവത്തിലല്ലാതെ എനിക്ക് രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല എന്നുള്ള ആ വിശ്വാസത്തോടുകൂടെ നിൽക്കുമ്പോൾ, ആ വിശ്വാസത്തിന്റെ പാതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, ആ മുറുകെ പിടിക്കുക, അന്ത്യത്തോളം വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഇവിടെ പറയുന്ന ഈ രീതിക്കുള്ള ദൈവത്തിന്റെ ആത്മാവ് സഭകളോട് പറയുന്ന കാര്യങ്ങളെ ശ്രവിക്കുവാൻ പറ്റത്തുള്ളൂ. കൂടാതെ ജയിക്കുന്നവന്, അതാണ് ജയം. ഈ വിശ്വാസം മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി, കർത്താവായ യേശുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് സ്നാനമേറ്റ് തിരുവത്താഴം സ്വീകരിച്ച ഒരു വ്യക്തി, പാപത്തിൽ നിന്നും പിന്മാറി, പാപത്തിന്റെ ജഡ അഭിലാഷങ്ങളിൽ നിന്നെല്ലാം പിന്മാറി, പാപത്തെ വെറുത്ത് ജീവനുള്ള ദൈവത്തെ സ്നേഹിച്ച്, നമ്മുടെ ഏതിലാണ് നമുക്ക് വീഴ്ച സംഭവിച്ചതെന്ന് ഓർത്ത് ആ ഭാഗത്തിലേക്ക് മടങ്ങി തിരികെ പോയി അവിടെ നിന്നുമുള്ള വിശ്വാസം വീണ്ടും പഴയ രീതിക്കുള്ള പഴയ കാലത്തുള്ള വിശ്വാസം ഊട്ടിയുറപ്പിക്കുമ്പോൾ അവിടെയാണ് പ്രിയമുള്ളവർ നമുക്ക് ജയം ഉണ്ടാകുന്നത്. അങ്ങനെ ജയം ഉണ്ടാകുന്ന ഒരു വ്യക്തിക്ക് സ്വർഗത്തിലെ ദൈവം പറയുന്നത്, വെളിപാട് പുസ്തകം 22-ാം അധ്യായം 1 മുതൽ അതിന്റെ 5-ാം വാക്യം വരെ വായിക്കുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സകലവിധമായ അനുഗ്രഹങ്ങളും തരും. അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന സകലവിധമായ അനുഗ്രഹങ്ങളും തരും പ്രിയമുള്ളവരെ. അതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ വാഗ്ദത്ത വചനം. ആ ദൈവത്തിന്റെ വാഗ്ദത്ത വചനം നമുക്ക് എല്ലാവർക്കും എവിടെ വെച്ചാണ് നഷ്ടമായി പോയതെന്നോർത്ത്, ആ ഭാഗത്തിൽ എവിടെ വെച്ച് നഷ്ടമായി പോയോ, അല്ലെങ്കിൽ എവിടെ വെച്ച് കളഞ്ഞു പോയോ, അവിടെ ചെന്ന് തപ്പി തിരഞ്ഞെടുത്ത് അവിടെ നിന്ന് തന്നെ ഒരു പുതിയൊരു മനുഷ്യനായി, പുതിയൊരു വ്യക്തിയായി, പുതിയൊരു വ്യക്തി പ്രഭാവമായി അവിടെ നിന്നും ഒരു പുനർജനനമുണ്ടായി ദൈവത്തിന്റെ സന്നിധിയിൽ മുട്ടുമടക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെല്ലാവരെയും ആഹ്വാനം ചെയ്യുകയാണ് പ്രിയമുള്ളവരെ. ആയതിലേക്ക് വേണ്ടി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എല്ലാവരെയും തന്റെ പരിശുദ്ധ ശക്തിയാൽ നിറച്ച് ഭരിച്ചു വഴി നടത്തുമാറാകട്ടെ. ആമേൻ. പ്രിയമുള്ളവരെ, ഈ മീഡിയയിൽ കൂടെയുള്ള ദൈവവചനം ശുശ്രൂഷ നിങ്ങൾക്ക് താല്പര്യമാണ്, ഇഷ്ടമാണെങ്കിൽ വീണ്ടും വീണ്ടും കാണുക. കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനോ സഹോദരങ്ങൾക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയുള്ള ദൈവവചനം ശ്രവിക്കുവാൻ വേണ്ടി അന്ത്യകാല ദൂതുകളാണ് പ്രിയമുള്ളവരെ. ഈ അന്ത്യകാല ദൂതുകളെ ശ്രവിക്കുവാൻ വേണ്ടി എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക. ദൈവത്തിന്റെ ആത്മാവ് തന്നെ നമ്മ എല്ലാവരെയും കാത്തു പരിപാലിക്കുമാറാകട്ടെ. ആമേൻ.